നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴോ ആ ചെയ്യുന്ന കാര്യത്തിൻ്റെ അവസാനം നമ്മളെ പരലോകത്തേക്ക് ഉപകരിക്കണമെന്ന നിയ്യത്തോടു കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത് ദർസിനെ സഹായിക്കലായാലും കോളേജിക്ക് സ്വതക്ക നൽകലായാലും മുതഅല്ലിമീങ്ങളെ സ്നേഹിക്കലായാലും ദർസിന് വേണ്ടി പ്രവർത്തിക്കലായാലും അതുപോലെ തന്നെ എന്താണെങ്കിലും ഒരു ലക്ഷ്യം നമ്മളെ ഹൃദയത്തിൻ്റെ അകത്ത് കൊണ്ടു നടക്കുക. ഇന്നല്ലെങ്കിൽ എനിക്ക് മരണപ്പെട്ട് ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ട് പള്ളിപ്പറമ്പിൻ്റെ കബറാകുന്ന വീട്ടിൽ എന്നെ കൊണ്ടുപോയി കിടത്തുമ്പോൾ അവിടെ ഉപകരിക്കാനാണ് ഈ ചെയ്യുന്നതൊക്കെ എന്ന് ഹൃദയത്തിൽ മനസ്സിൻ്റെ അകത്ത് നിയ്യത്ത് വെച്ചുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യുന്ന അമല് കൊണ്ട് നമുക്ക് വല്ലാത്ത സന്തോഷം ലഭിക്കും. നമ്മൾ ചെയ്യുന്ന അമല് കൊണ്ട് വലിയ റാഹത്ത് നമുക്ക് ലഭിക്കും. അങ്ങനെ ഒരു റാഹത്തിലേക്ക് നമ്മൾ മാറണം. ഏത് നന്മ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന നന്മയിൽ അവസാനം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുകൊണ്ട് എനിക്ക് എൻ്റെ ആഖിറം രക്ഷപ്പെടണോ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും മരണപ്പെട്ടു പോകുമെന്ന ഒരു ചിന്തയിലായിരിക്കണം നമ്മൾ ദുനിയാവിൽ ജീവിക്കേണ്ടത്. സുബ്ഹാന റബ്ബി ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്മാനി മുഖതഹിമി മൗലായ صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. എന്തിനാണ് ദർസുകളെ സഹായിക്കുന്നത്? എന്തിനാണ് മുതഅല്ലിമീങ്ങളെ സഹായിക്കുന്നത്? എന്തിനാണ് സ്ഥാപനങ്ങളെ സഹായിക്കുന്നത്? എന്തിനു വേണ്ടി ആ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്? അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിപരിശുദ്ധമാകപ്പെട്ട മദീന പള്ളിയിലെ ആരംഭിച്ചിരിക്കുന്ന പവിത്രമാകപ്പെട്ട ദർസുണ്ടല്ലോ, ആ ദർസിന്റെ പാരമ്പര്യത്തിലൂടെ അല്ലാഹുവിൻ്റെ ദീൻ ഇങ്ങനെ കൈമാറി ഓരോരുത്തരിലേക്കും എത്തിക്കാം. പണ്ട് കാലത്തെ പ്രവർത്തിച്ചിരിക്കുന്ന പ്രവർത്തനത്തിന്റെ ഒരു പാരമ്പര്യമാണ്, പ്രവർത്തനത്തിന്റെ ഒരു ബാക്കിയാണ് മുഅ്മിനീങ്ങളെ പള്ളി ദർസുകളും അതുപോലെ തന്നെയാണ് സ്ഥാപനങ്ങളുമെങ്കിലേ ഇതിന്റെ മുമ്പിൽ മുൻകാലത്ത് പ്രവർത്തിച്ചിരിക്കുന്ന ഓരോ പ്രവർത്തകന്മാർ പ്രവർത്തിച്ചിരുന്നത് എന്തിനു വേണ്ടിയാകിരുന്നോ? വിട പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് എത്തുമ്പോ, റബ്ബിന്റെ മുമ്പിലേക്ക് ഞാനും നിങ്ങൾ കയറി വരുമ്പോ മൈതാനിൽ വെച്ചുകൊണ്ട് അറഫാ ദിവസത്തിൽ പരിശുദ്ധമാകപ്പെട്ട ദുൽഹിജ്ജ 9 അന്ന് മുത്തുനബിന്റെ അവസാനത്തെ വിടവാങ്ങ പ്രസംഗം നടക്കുമ്പോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൈതാനിൽ പരിശുദ്ധമാകപ്പെട്ട ജബലുർ റഹ്മയുടെ തായ്വാരത്ത് വെച്ചുകൊണ്ട് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, അല്ലാഹുവിൻ്റെ ദീൻ ഈ ദിവസം ഇവിടെ പൂർണ്ണമായിരിക്കുന്നോ, പൂർത്തിയായിരിക്കുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആന്റെ ആയത്തിറങ്ങിയില്ലേ? ആയത്തിറങ്ങുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിന്റെ പുറത്താകിരുന്നോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒട്ടകത്തിന്റെ കാലതാ മുട്ടുകുത്തി നിൽക്കുന്നോ? റസൂലുള്ളാഹിക്ക് ശക്തമായിരിക്കുന്ന വിയർപ്പ് വരുന്നോ? അല്ലാഹുവിന്റെ ഹബീബിനെ നോക്കിയപ്പോൾ സ്വഹാബികളൊക്കെ പറയുന്നുണ്ട് റസൂലുള്ളാഹിയിലേക്ക് വഹ്യ് വരുന്നുണ്ട്, അല്ലാഹുവിന്റെ ഹബീബിലേക്ക് അതാ വഹ്യ് വരുന്നുണ്ടെന്നെല്ലാവരും മനസ്സിലാക്കുന്നു. അന്ന് ഇറങ്ങിയിരിക്കുന്ന ആയത്താണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഈ ദിവസം അല്ലാഹുവിന്റെ ദീൻ ഇവിടെ പൂർണ്ണമാകിയിരിക്കുന്നു.